ആശാവർക്കർമാർ സ്ഥാനാർത്ഥികളാകുന്നത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ മത്സരരംഗത്തുള്ള ഏക ആശാപ്രവർത്തകയായ ബിന്ദു ജയകുമാർ വ്യത്യസ്തയാകുന്നത് പ്രചരണത്തിലെ വൈവിധ്യം കൊണ്ടാണ്. പ്രചരണത്തോടൊപ്പം രോഗികളായവരെയും കിടപ്പ് രോഗികളെയും പരിശോധിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി. അതേസമയം LDFും ശക്തമായ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. NDAക്ക് ഇവിടെ സ്ഥാനാർത്ഥിയില്ല. 15 വർഷമായി ബിന്ദു പട്ടംകോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ആശാപ്രവർത്തകയാണ്. അപ്രതീക്ഷിതമായാണ് ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തിയത്. ഇത്തവണ വാർഡിൽ മികച്ച വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ UDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ ബിന്ദു അല്ലാതെ മറ്റൊരു പേര് ഇല്ലായിരുന്നു. ആശാപ്രവർത്തക എന്ന പ്ലസ് പോയിന്റ് തന്നെയാണ് ഇവരെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുവാനും കാരണം. എന്താണെങ്കിലും 3 റൗണ്ട് പൂർത്തിയാക്കിയ പ്രചരണം 4ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രചരണത്തിനിടയിൽ കിടപ്പ് രോഗികളുടെയും മറ്റു രോഗികളുടെയുമൊക്കെ രോഗാവസ്ഥയും മറ്റും തിരക്കിയാണ് ബിന്ദു മുന്നോട്ട് പോകുന്നത്. ഇലക്ഷനിടയിൽ തന്നെ എൻ്റെ ആശാപ്രവർത്തനം വളരെ നല്ല ഭംഗിയായ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വീടുകളിൽ ചെല്ലുമ്പം തന്നെ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനമ്മമാരെ കാണുമ്പം എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സ്വരുമ ചാരിറ്റബിൾ ഒരു പാലിയേറ്റീവ് പരിചരണ ഒരു സൊസൈറ്റി തന്നെയാണ്. അവരെ കൊണ്ടുവന്ന് ഡോക്ടറുടെ കൂടെ തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 15 വർഷത്തോളമായി ഞാൻ ആശാപ്രവർത്തകയായിട്ട് KP കോളനി നെടുങ്കണ്ടം പഞ്ചായത്തിന് കീഴിലുള്ള KP കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആശാപ്രവർത്തകയായി വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ജനങ്ങളുമായിട്ട് 15 വർഷത്തെ ഒരു നല്ലൊരു പരിചയം ഉള്ളത് കൊണ്ട് തന്നെ വാർഡിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് ആശാപ്രവർത്തക എന്നുള്ള നിലയിൽ തന്നെ. അത് എൻ്റെ പ്രചരണത്തിൽ എനിക്ക് നന്നായിട്ട് നല്ലൊരു അനുഭവം തന്നെ തരുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേസമയം LDFും ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട്. റോസമ്മ ജോസാണ് LDF സ്ഥാനാർത്ഥി. ബിന്ദു സന്തോഷ് എന്ന അവരെയും മത്സര രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.